നമ്മളതിലിപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ നിൽക്കുന്നവർക്ക് എപ്പോഴും ഒരു ചോദ്യമാണ്, നമ്മൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുന്നതാണോ, അതോ ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, അതായത് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്നതാണോ നല്ലത് എന്നൊരു ഒരു പ്രശ്നം അവർക്കൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതിന് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിന്ന് നോക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ വിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചാണ്. നമ്മൾ ആ പ്രൊഡക്റ്റിന് കിട്ടുന്ന റീച്ച് ഭയങ്കര കൂടുതലാണ്. കാരണം നമുക്കറിയാമല്ലോ, എല്ലാവരും ഒരുപാട് കസ്റ്റമേഴ്സാണ്, മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സാണ് ഈ ആമസോണും ഫ്ലിപ്കാർട്ടിനൊക്കെ ഉള്ളത്. അപ്പോൾ ആ റീച്ച് നമുക്ക് നമ്മൾ സ്വന്തം വെബ്സൈറ്റിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ എത്ര പൈസ മുടക്കി പരസ്യം ചെയ്താലും അത്രയും റീച്ച് നമുക്ക് എന്ത് ചെയ്യില്ല, സ്വന്തം വെബ്സൈറ്റിൽ കിട്ടില്ല. പിന്നെ ഒരു ട്രസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സ്വന്തം വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ ആൾക്കാർക്ക് എപ്പോഴും ഒരു മടിയായിരിക്കും. പക്ഷേ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ അവർക്ക് എന്താ പറയുക, അറിയുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ എന്തായാലും ഒരു കസ്റ്റമർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ വെബ്സൈറ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നായിരിക്കും. പിന്നെ സ്വന്തം വെബ്സൈറ്റ് ആകുമ്പോൾ വേറെ പ്രശ്നം വെച്ചാൽ ഇനീഷ്യൽ സെറ്റപ്പ്, നമ്മൾ ഒരു വെബ്സൈറ്റ്, ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആമസോണിൽ വിൽക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളതിൽ പ്രൊഡക്റ്റും അത്യാവശ്യം ഈ ലീഗലായിട്ട് ഡോക്യുമെൻറ്റ്സും മാത്രം മതി വിൽക്കാനായിട്ട്. പിന്നെ ലോജിസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ സ്വന്തം വെബ്സൈറ്റ് ആകുമ്പോൾ ലോജിസ്റ്റിക് കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം. മറ്റേതാകുമ്പോൾ ആമസോണൊക്കെ ആകുമ്പോൾ അവരെന്നെ അത് മാനേജ് ചെയ്തോളും. അതിൻ്റെ പാർസൽ എടുക്കലും കൊണ്ടുപോകലും റിട്ടേൺ തരലും എല്ലാം അവർ ചെയ്തോളും. പിന്നെ അതിനകത്ത് ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. ഒന്നാമത് ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും, ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും ഇതിനകത്ത്. ഈ ആമസോണിനകത്ത് പ്രൈസ് ഇങ്ങനെ താഴ്ത്തിയും നമ്മൾ വിൽക്കേണ്ടി വരും. ഒരുപാട് പേര് കോമ്പറ്റ് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ കമ്മീഷനും ഫീസൊക്കെ അവരാണ് നിശ്ചയിക്കുന്നത്. നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനായിട്ട് അവർ നിശ്ചയിക്കുന്ന ഫീസിൽ അതൊക്കെ ഫുൾ കൺട്രോൾ നമുക്ക് കുറവാണ്. അവരുടെ കയ്യിലാണ് ഫുൾ കൺട്രോൾ ഉണ്ടാവുക. പിന്നെ നമ്മളൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി എപ്പോഴും എന്തിലായിരിക്കും, നമ്മളെ ഈ സ്വന്തം വെബ്സൈറ്റിലായിരിക്കും. കാരണം ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുക, അതായത് നമ്മളൊരു ബ്രാൻഡിൻ്റെ ഇതൊന്നും അവർ നോക്കുന്നില്ല. എപ്പോഴും ആമസോണിൻ്റെ പ്രൊഡക്റ്റ് ആ രീതിയിലാണ് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബ്രാൻഡ് ഐഡൻറ്റിറ്റി കൂടുതൽ സ്വന്തം വെബ്സൈറ്റിനായിരിക്കും. പിന്നെ പ്രോഫിറ്റ് മാർജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും സ്വന്തം വെബ്സൈറ്റ് തന്നെയാണ് ബെറ്റർ. ആമസോണിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കമ്മീഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് റിട്ടേണിൻ്റെ ചാർജും ഒരുപാട് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. പക്ഷേ സ്വന്തം വെബ്സൈറ്റ് ആകുമ്പോൾ നമുക്കറിയാം എത്ര വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ലോങ് ടേമിലൊക്കെ ഒരു റണ്ണിന് എപ്പോഴും നല്ലത് സ്വന്തം വെബ്സൈറ്റുകൾ തന്നെയായിരിക്കും. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനെക്കാട്ടിലും സ്വന്തം വെബ്സൈറ്റാണ് എപ്പോഴും നല്ലത്. അതായത് നിങ്ങൾക്കൊരു 30 ഓർഡർ ആമസോണിൽ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക, പക്ഷേ ഒരു 10 ഓർഡറാണ് നമുക്ക് സ്വന്തം വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ കൂടെ സ്വന്തം വെബ്സൈറ്റാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ രണ്ടും കൂടി കൊണ്ടുപോകാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആമസോണും ആ ഒരു വെബ്സൈറ്റും അതുപോലെ തന്നെ നമ്മൾ സ്വന്തം വെബ്സൈറ്റും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ അതായിരിക്കും ബെറ്റർ.